ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ വേഗം പഠിക്കാം. ക്യാൻ യു കം വിത്ത് മീ? ക്യാൻ യു കം വിത്ത് മീ? എൻ്റെ കൂടെ നിനക്ക് വരാമോ, അല്ലെങ്കിൽ എൻ്റെ കൂടെ വരാമോ എന്നാണ് ചോദിക്കുന്നത്. ക്യാൻ യു കം വിത്ത് മീ? ക്യാ आप मेरे साथ आ सकते हैं? क्या आप താങ്കൾ മേരെ സാത്ത് എൻ്റെ കൂടെ ആ സക്തേ ഹേ വരാമോ, താങ്കൾക്ക് എൻ്റെ കൂടെ വരാമോ, അല്ലെങ്കിൽ എൻ്റെ കൂടെ വരാമോ എന്നായാലും മതി. ക്യാൻ യു കം വിത്ത് മീ? ക്യാ ആപ്പ് മേരെ സാത്ത് ആ സക്തേ ഹേ? ഇതിന് മറുപടിയായിട്ട് യെസ് ഐ ക്യാൻ, ഞാൻ നിങ്ങളുടെ കൂടെ വരാം, അല്ലെങ്കിൽ അതെ എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ കഴിയും എന്നാണ് നമ്മൾ പറയുന്നത്. യെസ് ഐ ക്യാൻ. ഹാ മേം കർ സക്താ ഹും, എനിക്ക് പറ്റും. ഹാ ശരി, അല്ലെങ്കിൽ യെസ് മേം ഞാൻ, കർ സക്താ ഹും വരാൻ എനിക്ക് കഴിയും, എനിക്ക് പറ്റും എന്നാണ് പറയുന്നത്. യെസ് ഐ ക്യാൻ. അപ്പം ക്യാ ആപ്പ് മേരെ സാത്ത് ആ സക്തേ ഹേ എന്ന് ചോദിച്ചാൽ ഹാ മേം കർ സക്താ ഹും, അല്ലെങ്കിൽ മേം കർ സക്താ ആ സക്താ ഹും എന്ന് പറഞ്ഞാലും മതി. കർ സക്താ ഹും എന്ന് പറയുന്നതിന് പകരം ഹാ മേം ആ സക്താ ഹും എന്ന് പറഞ്ഞാലും കറക്റ്റാണ്. ഓക്കെ. ഈസ് യുവർ ഫാദർ അറ്റ് വർക്ക്? ഈസ് യുവർ ഫാദർ അറ്റ് വർക്ക്? നിൻ്റെ അച്ഛൻ ജോലിയിലാണോ, ജോലിക്ക് പോയേക്കുകയാണോ, അല്ലെങ്കിൽ ജോലി ചെയ്യുകയാണോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ നിൻ്റെ അച്ഛൻ വീട്ടിലുണ്ടോ അതോ ജോലിക്ക് പോയിരിക്കുകയാണോ എന്ന് നമ്മൾ ചോദിക്കൂലേ, അതാണ് ചോദിക്കുന്നത്. ഈസ് യുവർ ഫാദർ അറ്റ് വർക്ക്? ക്യാ ആപ്കെ പിതാ കാം പർ ഹേ? ജോലിയിലാണോ? ക്യാ ആപ്കെ പിതാ താങ്കളുടെ ഫാദർ കാം പർ ഹേ ജോലിയിലാണോ? ക്യാ ആപ്കെ പിതാ കാം പർ ഹേ താങ്കളുടെ ഫാദർ അല്ലെങ്കിൽ അച്ഛൻ ജോലിയിലാണോ? യെസ് ഹീ ഈസ്. അപ്പം അതെ അവൻ ജോലിയിലാണ്, ഫാദർ ജോലിയിലാണെന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. യെസ് ഹീ ഈസ്. ജി ഹാ വ കാം പർ ഹേ? ജി ഹാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനത്തോടു കൂടി നമ്മൾ പറയുന്നതാണ് ജി ഹാ. അതെ വ കാം പർ ഹേ അദ്ദേഹം ജോലിയിലാണ്. വ കാം പർ ഹേ അദ്ദേഹം ജോലിയിലാണ്. ആർ യു റെഡി ടു ഗോ? ആർ യു റെഡി ടു ഗോ? നിങ്ങൾ പോകാൻ തയ്യാറാണോ, അല്ലെങ്കിൽ താങ്കൾ പോകാൻ തയ്യാറാണോ? ആർ യു റെഡി ടു ഗോ? ക്യാ आप जाने के लिए तैयार है? जाने के लिए तैयार है क्या आप? ക്യാ എന്ന് ചോദിക്കുന്നത് നമ്മൾ ചോദ്യങ്ങളായതുകൊണ്ടാണ് ക്യാ എന്ന് മുൻപിൽ ചേർക്കുന്നത്. ക്യാ ആപ്പ് താങ്കൾ ജാനെ കെ ലിയെ പോകാൻ, ജാന പോവുക, ജാനെ കെ ലിയെ പോകുന്നതിന് വേണ്ടി തയ്യാറാണോ, തയ്യാർ ഹേ എന്ന് ചോദിച്ചാൽ തയ്യാറാണോ? ക്യാ ആപ്പ് ജാനെ കെ ലിയെ പോകുന്നതിന് തയ്യാർ ഹേ തയ്യാറാണോ? ക്യാ ആപ്പ് ജാനെ കെ ലിയെ തയ്യാർ ഹേ? യെസ് ഐ ആം റെഡി. ഞാൻ തയ്യാറാണ്. ഹാ മേം തയ്യാർ ഹും. ഹാ മേം തയ്യാർ ഹും, അല്ലെങ്കിൽ ജി ഹാ മേം തയ്യാർ ഹും. ജി ഹാ മേം തയ്യാർ ഹും. ബഹുമാനത്തോടു കൂടി നമ്മൾ ജി ഹാ എന്ന് പറയും. അല്ല കൂട്ടുകാരോടൊക്കെ ഹാ മേം തയ്യാർ ഹും, ഞാൻ പോകാൻ റെഡിയാണ്, തയ്യാറാണ്. ഈസ് യുവർ ഫോൺ വർക്കിംഗ്? നിങ്ങളുടെ ഫോൺ പ്രവർത്തിക്കുന്നുണ്ടോ? ഈസ് യുവർ ഫോൺ വർക്കിംഗ്? ക്യാ ആപ്കാ ഫോൺ കാം കർ രഹാ ഹേ? ക്യാ ആപ്കാ ഫോൺ താങ്കളുടെ ഫോൺ കാം കർ രഹാ ഹേ പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കാം കർ രഹാ ഹേ എന്ന് ചോദിച്ചാൽ ഫോൺ പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ്. ക്യാ ആപ്കാ ഫോൺ കാം കർ രഹാ ഹേ
താങ്കളുടെ ഫോൺ പ്രവർത്തിക്കുന്നുണ്ടോ? നോ, ഇറ്റ്സ് ബ്രോക്കൺ. അത് പ്രവർത്തിക്കുന്നില്ല, അത് പൊട്ടി എന്ന് നമ്മൾ പറയുകയാണ്. ഇറ്റ്സ് ബ്രോക്കൺ. നഹീം യേ ടൂട്ട ഹുവാ ഹെ. നഹീം ഇല്ല, അത് പ്രവർത്തിക്കുന്നില്ല. നഹീം യേ ടൂട്ട ഹുവാ ഹെ, ഇത് പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ ആപ്കാ ഫോൺ കാം കർ രഹാ ഹെ എന്ന് ചോദിച്ചാൽ നോ, ഇറ്റ്സ് ബ്രോക്കൺ, ഇത് പൊട്ടിയിരിക്കുന്നതാണ്, ഇതുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല. അല്ലെങ്കിൽ യെസ്, ഇറ്റ്സ് ഓക്കെ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം, മൈ ഫോൺ ഈസ് വർക്കിംഗ് എന്നും വേണമെങ്കിൽ പറയാം. ഓക്കെ. ഹൗ ഡു യു ഗോ ടു ഓഫീസ്? നിങ്ങൾ എങ്ങനെയാണ് ഓഫീസിൽ പോകുന്നത്? ഹൗ ഡു യു ഗോ ടു ഓഫീസ്? ഹൗ ഡു യു ഗോ ടു ഓഫീസ്? ആപ് ഓഫീസ് കൈസെ ജാത്തെ ഹെ? ആപ് താങ്കൾ ഓഫീസ്, ആഫീസ് എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. ആഫീസ് കൈസെ ജാത്തെ ഹെ, എങ്ങനെയാണ് ഓഫീസിൽ പോകുന്നതെന്നാണ് ചോദിക്കുന്നത്. ഹൗ ഡു യു ഗോ ടു ഓഫീസ്? ആപ് ഓഫീസ് കൈസെ ജാത്തെ ഹെ? ഐ ഗോ ബൈ സ്കൂട്ടർ. ഞാൻ സ്കൂട്ടറിനാണ് ഓഫീസിൽ പോകുന്നത്. ഐ ഗോ ബൈ സ്കൂട്ടർ. മേം സ്കൂട്ടർ സെ ജാത്താ ഹും. മേം സ്കൂട്ടർ സെ ജാത്താ ഹും. ഞാൻ സ്കൂട്ടറിലാണ് പോകുന്നത്. മേം സ്കൂട്ടർ സെ ജാത്താ ഹും. അപ്പം എങ്ങനെയാണ് ഹൗ ഡു യു ഗോ ടു ഓഫീസ് എന്ന് ചോദിച്ചാൽ മേം സ്കൂട്ടർ സെ ജാത്താ ഹും. അപ്പോൾ ആപ് കൈസെ ഓഫീസ് ജാത്തെ ഹെ എന്ന് ചോദിച്ചാൽ മേം സ്കൂട്ടർ സെ ഓഫീസ് ജാത്താ ഹും, അല്ലെങ്കിൽ മേം സ്കൂട്ടർ സെ ജാത്താ ഹും എന്ന് പറഞ്ഞാലും ആൻസറായി. ഓക്കെ. ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, ബൈ.